നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ എന്ന കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഞാൻ ഇന്ന് അപ്പൻഡിസൈറ്റിസിനെ പറ്റി 2 വാക്ക് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൻഡിക്സ് എന്ന അവയവത്തിലുണ്ടാകുന്ന വീക്കമാണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ചെറുകുടലിൻ്റെ അവസാനം, അതായത് ടെർമിനൽ ഇലിയത്തിൻ്റെയും വൻകുടലിൻ്റെ ആരംഭം സീക്കത്തിൻ്റെയും ഇടയിൽ ഒരു 2 മുതൽ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് പോലത്തെ അവയവമാണ് അപ്പൻഡിക്സ്. അതിൽ വീക്കം സംഭവിക്കുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഇത് സാധാരണമായിട്ടും 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കാണപ്പെടുന്നത്. ചില സാഹചര്യങ്ങളിൽ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കും ഇത് വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൻഡിക്സ് സാധാരണ രീതിയിൽ മനുഷ്യന് വലിയ ഗുണമില്ലെങ്കിലും അതിനുള്ളിൽ ചില ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ആ ബാക്ടീരിയകളിൽ ചിലത് നമുക്ക് ദഹനത്തിന് ഒരു പരിധി വരെ സഹായകരമാണ്. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ പഠനങ്ങളിൽ അത് ഇമ്മ്യൂണിറ്റിക്കും ബദലാണെന്ന് പറയുന്നുണ്ട്. ഒരു പരിധി വരെ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ നോർമലി നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതിന് പുറമെ ഭക്ഷ്യവിഷബാധ മൂലമോ അല്ലാതെ കുടലിനുള്ളിൽ മറ്റു വല്ല ബാക്ടീരിയയും വന്ന് ചേക്കേറി ഇതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ അപ്പൻഡിക്സിനുള്ളിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും. രണ്ടാമത്തെ കാരണം കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമാണ്. മലബന്ധം എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പൻഡിക്സിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ ഒരു 1-2 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡയമീറ്ററിൽ ഒരു മലം കട്ടിയായിട്ട് അവിടെ ബ്ലോക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഭക്ഷണത്തിലോ ധാന്യത്തിലോ ഉണ്ടാകുന്ന കല്ലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മലം തന്നെ കല്ല് പോലെ ഉറച്ചിട്ട് അവിടെ ബ്ലോക്ക് ആകുമ്പോഴോ അപ്പൻഡിസൈറ്റിസ് വന്നേക്കാം. മൂന്നാമത്തെ കുറച്ച് അപൂർവമായിട്ടാണ് വിരകൾ, ഈ റൗണ്ട് വേം അല്ലെങ്കിൽ എൻട്രോബിയസ്, ഹുക്ക് വേം ഇത്യാദി വിരകളും മൂലം അപ്പൻഡിക്സ് കാണപ്പെടാറുണ്ട്. പ്രായമായതിൽ സാധാരണ ട്യൂമർ കാരണമാണ് അപ്പൻഡിസൈറ്റിസ് വരാറ്, അതായത് കാർസിനോയിഡ് ട്യൂമർ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇനി പ്രധാന രോഗലക്ഷണങ്ങൾ പറഞ്ഞുതരാം. രോഗലക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയറുവേദന തന്നെയാണ് പ്രധാനമായിട്ടും ആരംഭത്തിലുണ്ടാകുന്ന രോഗലക്ഷണം. ഈ വയറുവേദന ആദ്യം പൊക്കിളിൻ്റെ അവിടെയായിരിക്കും വേദന, പിന്നെ അത് ക്രമേണ അടിവയറ്റിലോട്ട് വലത്ത് സൈഡിലായിട്ട് മാറും. ഇതിനൊപ്പം തന്നെ രോഗിക്ക് ഓക്കാനും ഛർദിയുമാണ് അടുത്ത ലക്ഷണം. അതിനുശേഷം ഒരു ചെറിയ പനിയായിട്ടാണ് ഇത് ആരംഭിക്കുക. 4ാമത്തെ ലക്ഷണം, ഭക്ഷണത്തോടുള്ള ആസക്തി വളരെയധികം കുറയും. ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. അപ്പൻഡിക്സ് എൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അപ്പൻഡിക്സ് എന്ന ട്യൂബിൽ വീക്കം വന്നിട്ട് അതിൻ്റെ അറ്റം പെർഫറേഷൻ പൊട്ടിക്കഴിഞ്ഞാൽ കുടലിനുള്ളിലുള്ള എല്ലാ ബാക്ടീരിയകളും അല്ലെങ്കിൽ മലവും എല്ലാം അടിവയറ്റിൽ പോയി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അതിനെ പറയുന്നത് പെരിട്ടോണൈറ്റിസ് എന്ന് പറയും. അത് വളരെ എമർജൻസി ആയ ഒരു സിറ്റുവേഷനാണ്. അതുമൂലം രക്തത്തിലോട്ട് ഈ പഴുപ്പ് കയറുമ്പോൾ സെപ്റ്റിക് ആവുന്ന രോഗി. സെപ്റ്റിക് ആയിക്കഴിഞ്ഞാൽ കിഡ്നി, ലിവർ, ലങ്സ്, ബ്രെയിൻ എല്ലാ ആന്തരികവയവങ്ങളെയും ബാധിച്ച് മരണം വരെ എത്തുന്നു. അപൂർവമായിട്ട് ഗാംഗ്രീൻ, അതായത് അപ്പൻഡിക്സ് ജീർണിച്ച് പോകുന്ന അവസ്ഥ. അപ്പൻഡിക്സിൻ്റെ രക്തക്കുഴൽ ചെറുകുടൽ വൻകുടലിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇലിയോസിക്കൽ ആർട്ടറിയാണ് അതിൻ്റെ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ അപ്പൻഡിക്സ് ഒരു വീക്കം അതിൻ്റെ രക്തക്കുഴലിന് അടപ്പ് വരുത്തുന്ന ടൈപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ടെർമിനൽ ഇലിയം, അപ്പൻഡിക്സ്, സീക്കം ഇത് 3 ജീർണിച്ച് പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹെമിക്കോളക്ടമി എന്ന് പറഞ്ഞാൽ വലിയ സർജറിയൊക്കെയാണ് അതിൻ്റെ ഇത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അപ്പൻഡിസൈറ്റിസ് വളരെ ഭീകരാവസ്ഥയാവുന്നത്. ഇത് ആരംഭത്തിലെ ചികിത്സ ലഘുവായിട്ട് ചികിത്സിക്കാവുന്ന അസുഖമാണ് താനും. പിന്നെ ഇത് സ്ഥിരീകരിക്കുന്നത് സാധാരണഗതിയിൽ ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യുക. രക്തത്തിൽ നമ്മൾ വെളുത്ത കോശത്തിൻ്റെ അളവ് 4000-നും 10,000-നും ഇടയ്ക്കാണ് സാധാരണ അതിൻ്റെ അളവ്. അത് അതിനേക്കാൾ കൂടുക. ചില സാഹചര്യങ്ങളിൽ അത് 20,000-നും 30,000, 35,000 വരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് സാധാരണ പെർഫെക്ഷൻ ആകുമ്പോഴോ ഗാംഗ്രീൻ ആകുമ്പോഴൊക്കെയാണ് അങ്ങനെ കാണപ്പെടാറ്. രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റ് CRP എന്ന് പറയുന്നത് രക്തത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അക്യൂട്ട് ഫേസ് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ്റെ അളവ് ക്രമേണ കൂടുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ അണുബാധയുണ്ട്. നമ്മളിത് സ്ഥിരീകരിക്കാനായിട്ട് അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്പൻഡിക്സിൻ്റെ വീതി നോക്കും. വീതി 10 മില്ലിമീറ്ററിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അപ്പൻഡിക്സ് ആണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അതുകൂടാതെ തന്നെ അപ്പൻഡിക്സിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ടോ, ഉള്ളിൽ പഴുപ്പുണ്ടോ, മറ്റു അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ സ്കാനിലൂടെ അറിയാം. ചില സാഹചര്യങ്ങൾ എന്നാലും ഈ സീക്കത്തിൻ്റെ പുറകിലായിരിക്കും അപ്പൻഡിക്സിൻ്റെ സ്ഥാനം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അൾട്രാസൗണ്ടിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ CT സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ രോഗിയെ പരിശോധിക്കും, ലാബ് ടെസ്റ്റും സ്കാനിങ്ങിലും നമുക്ക് ഒത്തുചേർന്ന് പോവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അപ്പൻഡിസൈറ്റിന് ബദലായിട്ട് മറ്റു ചില കാരണങ്ങളും കൂടി, മറ്റു ചില ഡയഗ്നോസും കൂടി ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ട്യൂബൽ പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി, സാധാരണ ഗർഭപാത്രത്തിലാണ് പ്രഗ്നൻസി ഉണ്ടാവേണ്ടത്. അതിന് പകരം ട്യൂബിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന അവസ്ഥ, അതൊന്ന്.
2 കിഡ്നിയിലോ മൂത്രവാഹിനിയിലോ വരുന്ന കല്ലുകൾ, പിന്നെ എൻഡോമെട്രിയോസിസ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതേ സ്ഥാനത്ത് ഇതേ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ കാണിച്ചേക്കാം രോഗി. അപ്പോൾ നമ്മൾ CT സ്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഒരിക്കൽ അപ്പൻഡിക്സ് എന്ന രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത ചികിത്സ അപ്പൻഡിക്സിന് നീക്കം ചെയ്യുകയാണ്. അത് കീഹോൾ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ വഴിയാണ് നമ്മളത് സാധാരണ ചെയ്യാറ്. പിന്നെ കോംപ്ലിക്കേഷനിലേക്ക് വന്നു, അതായത് അപ്പൻഡിക്സ് പൊട്ടി, പഴുപ്പ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ശസ്ത്രക്രിയ ഉള്ളിലെ പഴുപ്പ് നീക്കം ചെയ്യുകയും ആൻറ്റിബയോട്ടിക് കൊടുത്ത് രോഗിയെ സ്റ്റേബിളാക്കുകയാണ്. അതിനുശേഷം നമ്മൾ 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇൻ്റർവൽ അപ്പൻഡിസെക്ടമി, 6 ആഴ്ചയ്ക്ക് ശേഷം ലാപ്രോസ്കോപ്പി വഴി അപ്പൻഡിക്സ് എടുക്കുന്നതാണ് അതിൻ്റെ ചികിത്സ. ഇനി എപ്പോഴും നമ്മളെല്ലാവർക്കും അറിയാം, രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട അവരെ ഹാബിറ്റ് ഒന്ന് മാറ്റുക. പ്രധാനമായിട്ടും അവരെ സമയത്തിന് ഇപ്പം എല്ലാ കുട്ടികളും മൊബൈലിൻ്റെ മുന്നിലാണ് സ്ക്രീൻ, അപ്പോൾ അതൊന്നും മാറ്റണം. നമ്മൾ ഒരു ചിട്ട കൊണ്ടുവരണം. നമ്മളിപ്പോൾ കുട്ടികളെ കഴിക്കാനുള്ള സമയത്ത് ഭക്ഷണം കഴിപ്പിക്കുക, വെള്ളം കുടിപ്പിക്കാനുള്ള സമയത്ത് ഇത്ര അളവിന് അവർ ഡെയിലി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈ സോപ്പിട്ട് കഴുകുക. ചില കുട്ടികൾക്ക് ഈ പെൻസിൽ റബ്ബറൊക്കെ കടിക്കുന്ന ശീലമുണ്ട്. ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. അതൊക്കെ ഈ അപ്പൻഡിക്സിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ ഓറിഫേസിൽ പോയി ഒട്ടി അപ്പൻഡിസൈറ്റിസ് തരും. ചില കുട്ടികൾ നഖം കടിക്കുന്ന ശീലങ്ങളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് നഖം കൃത്യമായിട്ട് അളവിൽ വെട്ടിക്കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കാൻ ഉള്ള. എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.